ജനങ്ങളുടെ ആരാധന ഹരമായി കൊണ്ടു നടന്ന ഒരു വ്യക്തി സ്വഭാവ വൈകൃതമുള്ളവനാണ് എന്ന് തുറന്നു കാണിക്കപ്പെടുമ്പോൾ സമൂഹം അന്തം വിടുന്നതും ഞെട്ടുന്നതുമൊക്കെ സ്വാഭാവികമാണ്. ഇത്രയും നാൾ ജനപ്രിയനായി നിറഞ്ഞു നിൽക്കുകയും ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ അതിന് കാരണക്കാരനായ വ്യക്തിയോട് അല്ലെങ്കിൽ കാരണക്കാരായ വ്യക്തികളോട് പക തോന്നുന്നതും സ്വാഭാവികമാണ്. കൃത്യമായ അവസരം വരുമ്പോൾ ആ പക വീട്ടാൻ ഇത്തരക്കാർ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ പക വീട്ടുമ്പോൾ അത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. പാമ്പിൻ്റെ പത്തിക്ക് തന്നെ അടിക്കണമെന്ന് പറയുന്നത് പോലെ തിരിച്ചു കയറി വരാത്ത രീതിയിൽ തങ്ങൾക്ക് പകയുള്ള വ്യക്തിയെ പൂട്ടുക എന്നുള്ളതാണ് അത്തരക്കാരുടെ രീതി. എന്നാൽ അവിടെ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ പക ഏറ്റുവാങ്ങിയ വ്യക്തി സർവശക്തനായി മാറുകയും തിരിച്ച് അതിൻ്റെ ഇരട്ടി ശക്തിയോടെ തന്നെ ആഞ്ഞടിക്കുകയും ചെയ്യും. അത്തരത്തിൽ പ്രതികാര നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ തിരിച്ചുവരവാണ് ഇനി കേരളം കാണാൻ പോകുന്നത്. കേരളം കാണാൻ പോകുന്നത് മാത്രമല്ല, ചിലർ നാറാൻ പോകുന്നതും. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യം സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയ ആൾ എന്ന നിലയിലാണ് രാജൻ ജോസഫ് എന്ന വ്യക്തി മറ്റുള്ളവർക്ക് പരിചിതനാകുന്നത്. സമൂഹ മാധ്യമങ്ങളിലും കോൺഗ്രസുകാർക്കിടയിലും കത്തി നിൽക്കുന്ന കാലത്ത് പുള്ളിക്കാരൻ സ്വഭാവ വൈകൃതമുള്ള ആളാണെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ രാജൻ ജോസഫ് രംഗത്തെത്തുകയായിരുന്നു. ജനകീയനായ ഒരു വ്യക്തി അയാളുടെ മുന്നേറ്റ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. തെളിവില്ലാത്ത നിരവധി ആരോപണങ്ങൾ വ്യക്തികൾക്കെതിരെ ഉയർന്നു വരുന്ന കാലമായതുകൊണ്ട് തന്നെ രാജൻ ജോസഫ് ഉന്നയിച്ച ആരോപണങ്ങളെ പൊതുസമൂഹത്തിലെ ഭൂരിപക്ഷവും അംഗീകരിച്ചില്ല. ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള രാഹുൽ മാങ്കൂട്ടത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്യുവാനുള്ള നീക്കങ്ങളായിട്ടാണ് പലരും ആ ആരോപണങ്ങളെ കരുതിയത്. എന്നാൽ പിന്നീട് ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ കേരളം മുഴുവൻ അമ്പരന്നു. രാജൻ ജോസഫ് എന്ന വ്യക്തി തലയ്ക്ക് വെളിവില്ലാതെ പറയുന്ന കാര്യങ്ങളല്ല ഇതെന്ന് സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. രാഷ്ട്രീയമെന്നത് പലപ്പോഴും നിഗൂഢതകളുടെയും ഒത്തുതീർപ്പുകളുടെയും ഒരു ഇരുണ്ട ലോകമാണ്. ഇവിടെ സത്യം വിളിച്ചു പറയുന്നവരെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ ആക്രമണങ്ങളായിരിക്കും. അത്തരത്തിലൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഓൺലൈൻ മാധ്യമരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മാധ്യമപ്രവർത്തകനാണ് രാജൻ ജോസഫ്. അക്കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. മുഖം നോക്കാതെ അതിനിശ്ചിതമായി ഇടതുപക്ഷത്തെയും UDFനെയും ഒരുപോലെ വിമർശിക്കാൻ അദ്ദേഹം എക്കാലത്തും തയ്യാറായിരുന്നു. എന്നാൽ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ മുന തിരിഞ്ഞത് ചില പ്രത്യേക വ്യക്തികളിലേക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ലൈംഗിക വൈകൃത ആരോപണങ്ങൾ ഉയർന്നതോടെ രാജൻ ജോസഫിൻ്റെ ആക്രമണം പ്രധാനമായും രാഹുലിനും ആ സംഘത്തിൻ്റെ നേതാവ് എന്ന് രാജൻ ജോസഫ് തന്നെ വിശേഷിപ്പിക്കുന്ന ഷാഫി പറമ്പിലിനും എതിരായി മാറി. വെറുതെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നില്ല അദ്ദേഹം. മറിച്ച് ഷാഫി പറമ്പിലിൻ്റെ ചില നിഗൂഢമായ ഇടപാടുകളെക്കുറിച്ച് രാജൻ ജോസഫ് പൊതുസമൂഹത്തിന് മുന്നിൽ ചില ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ഇവിടെ മനസ്സിലാക്കാനുള്ള പ്രധാന കാര്യം, തനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ തനിക്കെതിരെ നിയമപരമായി നീങ്ങാനും കേസ് കൊടുക്കാനും അദ്ദേഹം ഷാഫിയെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ തികഞ്ഞ നിശബ്ദതയാണ് പാലിച്ചത്. ഷാഫി ഉൾപ്പെടുന്ന കോൺഗ്രസിനുള്ളിലെ ഈ പ്രത്യേക സംഘത്തിനെതിരെ എന്തൊക്കെയോ നിർണായകമായ തെളിവുകൾ രാജൻ്റെ കൈവശമുണ്ടെന്നും എന്നാൽ ചില പരസ്പര ധാരണകളുടെ പുറത്ത് അദ്ദേഹം അത് പെട്ടെന്ന് തുറന്നു പറയില്ലെന്നുമാണ് ഷാഫി പറമ്പിൽ നിശബ്ദത പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കരുതിയത്. ഇത്രയേറെ പ്രകോപനപരമായ സൂചനകൾ നൽകിയിട്ടും ഷാഫി പ്രതികരിക്കാതിരിക്കുന്നത് ആ ഭയം കൊണ്ടാണ് എന്നും ആരോപണങ്ങൾ ഉയർന്നു. എന്തായാലും ഈ രാഷ്ട്രീയ സംഘത്തിന് രാജൻ ജോസഫിനെ എന്നേക്കുമായി നിശബ്ദനാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നുള്ളതാണ് ഷാഫി മാങ്കൂട്ടം സംഘത്തിനെതിരായി നിൽക്കുന്നവർ ഉയർത്തുന്ന ആരോപണം. അതിനായി അവർ കണ്ടെത്തിയ ആയുധമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തും അടുത്തിടെ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് തൻ്റെ രാഷ്ട്രീയ ഭാവി ശോഭനമാക്കുകയും ചെയ്ത ശ്രീനാദേവി കുഞ്ഞമ്മ രാജൻ ജോസഫിനെതിരെ രംഗത്ത് വന്നത് അങ്ങനെയായിരുന്നു എന്നുമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന വർത്തമാനങ്ങൾ. സമൂഹ മാധ്യമങ്ങളിലൂടെ രാജൻ ജോസഫ് തന്നെയും തൻ്റെ സ്ത്രീത്വത്തെയും അപമാനിച്ചു എന്ന് കാണിച്ച് അവർ പോലീസിൽ പരാതി നൽകി. ഒരു ഓൺലൈൻ പോർട്ടലിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ അമിതമായ ജാഗ്രതയും ശുഷ്കാന്തിയും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പോലും തെറികൾ ചേർത്തും വ്യാജ കഥകൾ ചമച്ചും വാർത്തകൾ അന്ന് നൽകിയവർ ഈ നാട്ടിലുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അത്തരം മഹാന്മാർക്കെതിരെ യാതൊരു കർശന നടപടിയും എടുക്കാൻ കഴിയാതിരുന്ന പോലീസ് ഭരണകൂടമാണ് ഇവിടെ ഒരു പരാതി ലഭിച്ചയുടനെ രാജൻ ജോസഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തി കേസെടുത്തത്. കേസ് വന്നതോടെ ഒളിവിൽ പോയ രാജൻ ജോസഫിനെ കാടടച്ചു തിരഞ്ഞ് പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരു ട്രോൾ പേജിൻ്റെ പേരിട്ട് കളിയാക്കി ഒരു പോസ്റ്റ് ഷെയർ ചെയ്താൽ പോലും വീട്ടിൽ പോലീസ് എത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് കേരളം ഇപ്പോൾ കണ്ട ഏറ്റവും വലിയ വിസ്മയം.
ഒരു ഓൺലൈൻ വാർത്തക്കാരനെ പൂട്ടാൻ ആരുടെ ടൂളായി മാറി എന്നത് ഇവിടെ പകൽ പോലെ വ്യക്തമാണ് എന്നുള്ളതും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജൻ ജോസഫിൻ്റെ അറസ്റ്റ് നടന്ന രാത്രി സമയം 10:30 ശ്രീനാദേവി കുഞ്ഞമ്മ നേരെ എത്തിയത് അടൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്തിനായിരുന്നു ഈ യാത്ര? അറസ്റ്റിലായ രാജൻ ജോസഫ് ക്ലോസറ്റ് സൗകര്യമുള്ള ഒരു ലോക്കപ്പ് മുറിയിൽ വെറും തറയിൽ കുത്തിയിരിക്കുന്നത് നേരിൽ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയായിരുന്നു അത്. ആ കാഴ്ച കണ്ട് ചാരിതാർത്ഥ്യം പൂണ്ട അവർ രാജൻ ജോസഫ് വരും നാളുകളിൽ ജയിലിൽ സുഖമായി ഉറങ്ങുമെന്ന പരിഹാസത്തോടെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ ഭംഗിയായി നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു എന്ന് തൻ്റെ പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയുന്നതിന് തുല്യമായിരുന്നു ആ പ്രവൃത്തി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ സംഭവങ്ങളിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഒളിഞ്ഞുകിടക്കുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഫേസ്ബുക്ക് വാളിൽ തന്നെയാണ്. സ്ത്രീത്വത്തെ അപകീർത്തിപ്പെടുത്തിയതിന് രാജൻ ജോസഫിനെ പൂട്ടിയ സന്തോഷം പങ്കുവച്ച പോസ്റ്റിന് തൊട്ടുമുകളിൽ അവർ പങ്കുവച്ചിരിക്കുന്ന ചിത്രം ആരുടേതാണെന്ന് നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അയാളുടെ കൂടെയുള്ള സന്തത സഹചാരി ഫെനി നൈനാൻ്റെയും ഫോട്ടോയാണ് വളരെ അഭിമാന പുരസ്സരം അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. അതും അടൂരിലെ പാർട്ടിയുടെ പട്ടാളം എന്ന വീരപരിവേഷം നൽകുന്ന ക്യാപ്ഷനോടെ. ഇനി പറയൂ, ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടം? സഹപ്രവർത്തകരായ സ്ത്രീകൾ പോലും ഒരു സെക്ഷൽ പെർവർട്ട് എന്ന് ഭയക്കുന്ന വ്യക്തി. ഒരു സ്ത്രീയുടെ ജീവനെ പോലും ഹനിക്കുന്ന വിധത്തിൽ അശാസ്ത്രീയമായ രീതികൾ ഉപയോഗിച്ച് വയറ്റിലെ കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളയാൻ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നേരിടുന്ന വ്യക്തി. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനെതിരെ കുരിശുയുദ്ധം നടത്തുന്ന കുഞ്ഞമ്മയുടെ മനസ്സിൽ ദൈവത്തേക്കാൾ ഉപരിയായി ആരാധിക്കപ്പെടുന്നത് ഇതേ രാഹുൽ മാങ്കൂട്ടമാണ് എന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കാപ്പട്യങ്ങളിൽ ഒന്നാണ്. ലോക്കപ്പിലെ തറയിൽ കിടക്കുന്ന രാജൻ ജോസഫിനെ കണ്ട് പരിഹസിക്കുന്ന കുഞ്ഞമ്മ ഒരു കാര്യം സൗകര്യപൂർവ്വം മറന്നുപോയി. അവരുടെ ഈ പ്രിയപ്പെട്ട മാങ്കൂട്ടം സാർ മുൻപ് സ്ത്രീത്വത്തെ പുകഴ്ത്തിയതിൻ്റെ പേരിൽ മാവേലിക്കര സബ് ജയിലിൽ 18 ദിവസം വെറും തറയിൽ കിടന്ന് ഉരുളച്ചോറ് കഴിച്ചിട്ടുണ്ടെന്ന ചരിത്രം. ഈ നാടകത്തിന് പിന്നിലെ യഥാർത്ഥ തിരക്കഥ വളരെ വ്യക്തമായിരുന്നു. ശ്രീനാദേവിയെ മുൻനിർത്തി പരാതി നൽകുക, രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, തുടർന്ന് ഫെനി നൈനാനും സംഘവും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ ശാരീരികമായി മർദ്ദിക്കുക, മർദ്ദനമേറ്റ് കിടക്കുന്ന രാജൻ ജോസഫിനെ കാണാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം വന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ കണക്കുകൂട്ടണം. അങ്ങനെ നിരന്തരമായി ആക്രമിച്ചും ജയിലിലടച്ചും ഈ ശബ്ദത്തെ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ അവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം പാടെ തെറ്റി. തളർന്നു പോകുമെന്ന് അവർ കരുതിയ രാജൻ ജോസഫ് നിയമ പോരാട്ടത്തിലുള്ള ജാമ്യം നേടി പുറത്തിറങ്ങി. ഭയന്ന് പിന്മാറുന്നതിന് പകരം കൂടുതൽ കരുത്തോടെ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകനായ സെബിക്കൊപ്പം വീണ്ടും സ്റ്റുഡിയോയിൽ ക്യാമറകൾക്ക് മുന്നിലെത്തി. തന്നെ വേട്ടയാടിയവർക്കുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. രാഹുലിനും ഫെനി നൈനാനുമെതിരെയുള്ള പണി താൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പത്തിക്ക് നോക്കിയാണ് അടിച്ചതെങ്കിലും ആ അടി കൊണ്ടത് പത്തിയിലല്ല. അവിടെയാണ് രാജൻ ജോസഫിനെതിരെ നിൽക്കുന്ന സംഘത്തിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതായത് ചുരുക്കി പറഞ്ഞാൽ കളി അവസാനിച്ചിട്ടില്ല. യഥാർത്ഥ യുദ്ധം ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. രാജൻ ജോസഫ് എന്ന മാധ്യമപ്രവർത്തകൻ ഇതുവരെയും പുറത്തുവിടാത്ത ചില വലിയ രഹസ്യങ്ങൾ വരും ദിവസങ്ങളിൽ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് അദ്ദേഹം തന്നെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ സത്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ഏതെങ്കിലും ധാരണയുടെ പേരിലോ മറ്റെന്തെങ്കിലും കാരണത്താലോ മൂടിവെച്ച പല രഹസ്യങ്ങളും ഇന്നു മുതൽ തീർച്ചയായും പുറത്തു വന്നു തുടങ്ങും. ഈ രാഷ്ട്രീയ പകപോക്കലിൻ്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് വരും നാളുകൾ തെളിയിക്കും. അത് കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്.